ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ദോശയും ഇഡ്ഡലിയും പുട്ടും ഒക്കെ തിന്നും മടുത്തെങ്കിൽ ഇതാ ഒരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയായത് തന്നെ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ആദ്യമായിട്ട് കുക്കുംബർ സാലഡാണ്. സാലഡിന് വേണ്ടി കുക്കുംബർ വേണം. നല്ല ഫ്രഷായിട്ടുള്ള കുക്കുംബറാണിത്. ചൈനീസ് കുക്കുംബർ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ കുറേ കൂടി നല്ലതായിരിക്കും. ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഞാനിത് സ്ലൈസ് ചെയ്യുന്നത് ഈ ചോപ്പറിൽ വെച്ചാണ്, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ടോസ്റ്റും ഓംലെറ്റും സാലഡും ചേർന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. കുക്കുംബറിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 2-3 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഓംലെറ്റിന് വേണ്ടി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 4-5 ചെറിയ ഉള്ളി എടുക്കാം. ചെറുതായിട്ട് വട്ടത്തിന് അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഉപയോഗിക്കാം. ഇത്തരം ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിലെ ജോലി കഴിയും. ബ്രേക്ക്ഫാസ്റ്റിന് ഈ സാലഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, അതുപോലെ കാർബ് കഴിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഫ്രഷായിട്ട് ഈ സാലഡ് കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയൊന്നും സാലഡ് കിട്ടിയില്ലെങ്കിലും സാരമില്ല. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കൂടെ കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ദിൽ ലീവ്സോ പാലക് ലീവ്സോ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ വളരെ ടേസ്റ്റിയാണ്. കുക്കുംബറിൽ ഉപ്പ് ചേർത്തതുകൊണ്ടും കനം കുറച്ച് അരിഞ്ഞതുകൊണ്ടും അതിലുള്ള വെള്ളം മുഴുവനും ഊറ്റിയെടുക്കാൻ നല്ല എളുപ്പമാണ്. വെള്ളം മുഴുവൻ പോയി കിട്ടിയാൽ നമുക്ക് ബ്രെഡിൻ്റെ പുറത്തൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഈ കുക്കുംബർ ജ്യൂസ് കുടിക്കാൻ കൊള്ളാം. അതുപോലെ എന്തെങ്കിലും കറികളിലൊക്കെ ചേർക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവിൽ ചേർത്ത് കുഴച്ചെടുത്താൽ നല്ലതായിരിക്കും. 1 ടീസ്പൂൺ വറുത്ത എള്ള്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും ചേർക്കാം. ചെറിയ ചെറിയ വിശപ്പൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കി കഴിച്ചാൽ നല്ല സുഖമാണ്. ഇതിൽ ഇനി വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. സവാളയോ അല്ലെങ്കിൽ ടൊമാറ്റോയോ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ജസ്റ്റ് കുക്കുംബർ സാലഡാണ്. വളരെ ഈസി അല്ലേ? കുക്കുംബർ മാത്രം മതി. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് 1 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഡെയിലി 1 മുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓംലെറ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ്. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് ചെറിയ തട്ക പാനിലാണ്. കടുക് വറുക്കുന്ന പാൻ ചൂടാക്കിയിട്ട് ഇതിൽ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാനിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരല്പം എണ്ണ കൂടുതലായിട്ട് വേണം. എണ്ണ ചൂടായിട്ട് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക. ഇത് ഇങ്ങനെ സൈഡെല്ലാം ഒന്ന് വിട്ട് വരെ. അപ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. തീ നമ്മൾ കുറച്ചല്ലേ വച്ചേക്കുന്നത്, അതുകൊണ്ട് ഇത് കരിഞ്ഞൊന്നും പോവുകയില്ല. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് മറിച്ചിട്ട് കൊടുക്കാൻ. എണ്ണ കൂടുതലായിട്ട് ചേർത്തത് കൊണ്ട് സോഫ്റ്റായിട്ട് തന്നെ ഇത് വിട്ട് വരും. പുതിയ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഇത്രയൊന്നും എണ്ണയുടെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇളകി വരും. നോക്കിക്കേ, നല്ല അടിപൊളി ഷേപ്പിലുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എത്ര ഹാപ്പി ആയിരിക്കും എന്ന് കണ്ടോ. ഞാനിത് ബഗറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ് എടുക്കാവുന്നതാണ്. ബഗറ്റ്സ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയല്ലേ. ഞാനിത് ഫുൾ കട്ട് ചെയ്യുന്നെങ്കിലും 2 പീസ് മാത്രമാണ് എടുക്കുന്നത്. സാലഡും ഓംലെറ്റും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് 2 പീസ് ധാരാളം മതിയാകും. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ തവയാണ് യൂസ് ചെയ്യുന്നത്. എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ടോസ്റ്ററിലോ വെച്ച് ടോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരല്പം ബട്ടർ തേച്ചിട്ടുണ്ട്. ബട്ടറൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാൻ ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ 2 വശവും ചൂടാക്കിയെടുക്കണം.
ചൂടാക്കുമ്പോൾ നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. എത്ര ക്രിസ്പിയാണെന്ന് നോക്കിക്കേ സൗണ്ട്. ഇതൊന്നും തണുത്ത് കഴിഞ്ഞാൽ ഒരു രസവുമില്ല. അപ്പോൾ സൺഡേയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്ത് ഈസിയാണെന്ന് കണ്ടില്ലേ. പക്ഷേ കാഴ്ചയിൽ ഇത് 5 സ്റ്റാർ ലുക്കുണ്ടേ. പ്രത്യേകിച്ച് ബ്രെഡിന് പകരം ഇതുപോലത്തെ ബാഗറ്റ്സ് വാങ്ങിയാൽ കുട്ടികൾക്കും അതൊരു പുതുമയായിരിക്കും. നമ്മൾ എന്തിനു കുറയ്ക്കണം, വല്ലപ്പോഴും ഫോറിനേഴ്സ് കഴിക്കുന്ന ആഹാരം നമുക്കും വീട്ടിൽ ഇതുപോലെ കഴിക്കാമല്ലോ. മൈദയാണെന്ന് വെച്ച് വല്ലപ്പോഴും കഴിക്കുന്നതിന് യാതൊരു ദോഷവുമില്ല. പക്ഷേ നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മളൊരു സലാഡ് ഉണ്ടായിരിക്കണം. സലാഡിന് കൂടുതലൊന്നും വേണ്ട, വീട്ടിൽ ഇത്രയും ചീപ്പ് വിലയിൽ ഈ കുക്കുംബർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയല്ലേ. അപ്പോൾ അടുത്ത സൺഡേയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.